ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ വിഷയം ജാതകത്തിൽ സൂര്യൻ മറഞ്ഞാൽ, ജാതകത്തിൽ സൂര്യൻ അഷ്ടമത്തിലോ നീചസ്ഥിതിയിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ചും അതിന് പരിഹാരവും നിർദ്ദേശിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ലഗ്നത്തിൽ നിന്ന് ഭഗവാൻ എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ അത് ഒരു വിഷമമുള്ള കാര്യമാണ്. എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഓരോരുത്തർ ഇരുന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, ഹിന്ദു ധർമ്മത്തിൽ പേടിയുള്ള വസ്തുക്കളെയൊക്കെ അവർ പൂജിക്കുക എന്നുള്ളൊരു ധർമ്മം. അതിനെപ്പറ്റി അന്ന് തൊട്ട് അന്വേഷണങ്ങൾ തുടങ്ങി, സ്വയം രഹസ്യമായിട്ട്. അത് ഈ സർപ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഓറയാണെന്നും നമ്മുടെ മൂലാധാരമാണെന്നും ഈ ജീവൻ്റെ ഈ ഭൂമിയിലെ ആദ്യത്തെ അണുവാണെന്നും മനസ്സിലായി. ഇതൊന്നറിയാതെയാണ് ആളുകൾ ഹിന്ദു മതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സർപ്പങ്ങൾക്കും ഇനി ഗരുഡനെ, ഇവർ തമ്മിൽ ആ ഒരു പോരാട്ടമുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്തു, ഞാൻ വായിക്കുകയുണ്ടായി. റിസർച്ച് എന്ന് പറഞ്ഞാൽ വായിച്ച് മനസ്സിലായത് ഇതൊരു നെഗറ്റീവും പോസിറ്റീവും എനർജിക്കിടയിലുള്ള ജീവിതമാണ് മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ എന്നാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഹിന്ദുധർമ്മം ചുരുക്കം പറഞ്ഞാൽ അതിൽ അന്തസത്ത ഉൾക്കൊള്ളുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു പാമ്പോ ഒരു സർപ്പോ അല്ലെങ്കിൽ ഒരു ഗരുഡനൊന്നല്ല അവിടെ വിഷയം. അതിലൊരു അന്തസത്തയുണ്ട്. അത് വിശ്വമാകുന്ന ആ എനർജിയുടെ സത്യമാണ്. ആ സത്യത്തെ നമ്മുടെ ഋഷിമാർ ചഞ്ചലമായ മനുഷ്യനെ നല്ലൊരു വഴിയിലേക്ക് കൊണ്ടുവരാൻ ഓരോ കഥകളും ഓരോ രൂപങ്ങളൊക്കെ കൊടുത്തു എന്ന് മാത്രം. ഈശ്വരൻ സർവദാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു, സംശയം. അങ്ങനെ പറഞ്ഞു പോയി ഇങ്ങനെ സംസാരിച്ചു പോവും. എന്തായാലും ഈ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. സൂര്യൻ മറഞ്ഞാൽ, ലഗ്നത്തിൽ നിന്ന് അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന സൂര്യനാണെങ്കിൽ പിതാവിനെ കൊണ്ടുള്ള ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവില്ല. അതിനേക്കാളൊക്കെ ഉപരി പൂർവികരുടെ അനുഗ്രഹക്കുറവ് നമ്മൾക്കുണ്ട് എന്ന് കണക്കാക്കണം. പിതൃശാപങ്ങൾ നമ്മൾക്കുണ്ട് എന്ന് കണക്കാക്കണം. അങ്ങനെയുള്ള പിതൃശാപങ്ങൾ നമ്മൾ രാമേശ്വരത്തൊക്കെ പോയി പൂജ ചെയ്താൽ പോരെ എന്നൊക്കെ പറയും പലരും. അങ്ങനെ ഒരു പൂജ കൊണ്ട് ഒരു മുൻജന്മശാപവും തീരില്ല, അരം വരുത്താനേ പറ്റുള്ളൂ. ഇപ്പോൾ 100 എന്നുള്ള രീതിയിൽ 99 കുറയ്ക്കാൻ പറ്റും. പിന്നെയും നമ്മൾ പശ്ചാത്തപിച്ച് പുണ്യസ്നാനങ്ങളാണ് ഏറ്റവും ഇതിനൊക്കെ പരിഹാരം. സ്നാനങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ പൂജിക്കാൻ പറ്റുന്നതിൽ പൂജിക്കുക. ഇതൊക്കെയാണ് ഇതിന് പരിഹാരം. അല്ലാതെ നമ്മളൊരു ഹോമം ചെയ്തിട്ട് ആ പിതൃശാപങ്ങളെ സൂര്യപ്രതിമയിലേക്ക് ആവാഹിച്ച് കൊടുത്താൽ തീരുമോ എന്നൊക്കെ ചോദിച്ച് പലരും. അതൊക്കെ ഒരു അരം വരുത്താനേ പറ്റുള്ളൂ. സ്വർണ്ണപ്രതിമയിലേക്ക് ആവാഹിച്ച് ഒക്കെ ഓരോ ക്രിയകൾ, പല പല രീതിയിൽ പല പല ക്രിയകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളെ ഒരു കത്തിയെടുത്ത് കുത്തി കൊന്നു എന്ന് വിചാരിക്കുക,
ആ ജീവൻ പോയതിന് നമ്മൾ എന്ത് പ്രായശ്ചിത്തം ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ അടുത്തൊരു ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റും എന്ന പോലെ തന്നെയാണ് ഈ പരിഹാരക്രിയകളും. അതിനെ പ്രായശ്ചിത്തം ചൊല്ലി പറഞ്ഞ് പുണ്യസ്നാനങ്ങളൊക്കെ ചെയ്യുക, അതോടൊപ്പം നമ്മൾ പ്രാർത്ഥനകളും ഭഗവാനോട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയണം. ബലികർമ്മങ്ങൾ ഒരു കാരണവശാലും മുടക്കരുത്. പിതൃശാപങ്ങളുള്ളവർ, അച്ഛൻ്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കാതെ വരുന്നതൊക്കെ പിതൃശാപങ്ങളാണ്. ആ പിതൃശാപങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന, നിത്യം നമ്മൾ ആചരിക്കേണ്ടുന്ന ഒരു ക്രിയയാണ് ഇന്നത്തെ സൂര്യഗ്രഹ സ്തോത്രം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് സൂര്യഭഗവാൻ ഗുണത്തിൽ ആണെങ്കിലും, അതായത് 5-ൽ 9-ലൊക്കെ നിൽക്കുന്ന സൂര്യനാണെങ്കിലും, ലഗ്നത്തിൽ അങ്ങനെയൊക്കെയുള്ള ഇഷ്ടസ്ഥിതനായിട്ട് നിൽക്കുന്ന, മൗഢ്യമൊന്നുമില്ലാതെ നിൽക്കുന്ന സൂര്യനാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് ചൊല്ലാം. കാരണം സൂര്യഗ്രഹ സ്തോത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സകല ഗ്രഹങ്ങളും പ്രസാദിക്കുന്ന പറയാം, സകല ദേവീദേവന്മാരും പ്രസാദിക്കുമെന്ന് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ മന്ത്രം എല്ലാവരും ജപിക്കുക. ഏറ്റവും കുറഞ്ഞത് ഒരു 8 പ്രാവശ്യമെങ്കിലും ചൊല്ലണം കേട്ടോ. അല്ലാതെ വെറുതെ ഒരു പ്രാവശ്യം ചൊല്ലലല്ല, അത് മനസ്സിരുത്തി സൂര്യഭഗവാനെ വിളിക്കണം. അത് ത്രിസന്ധ്യ സമയത്തോ അല്ലെങ്കിൽ മധ്യാഹ്ന സന്ധ്യയിലോ അല്ലെങ്കിൽ പ്രാതസന്ധ്യയിലോ ചെയ്യാം. രാത്രി ചൊല്ലരുത് എന്നും കൂടി പറയുന്നുണ്ട് ഗ്രന്ഥത്തിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഗുണത്തിലുള്ള സൂര്യഭഗവാനാണെങ്കിലും അല്ല മൗഢ്യത്തിൽ വന്ന സൂര്യഭഗവാനാണെങ്കിലും എല്ലാവർക്കും ഈ സ്തോത്രം ചൊല്ലാം. അങ്ങനെയുള്ളൊരു സ്തോത്രം നമ്മൾ ചൊല്ലുന്നതോടുകൂടി നമ്മളുടെ വീട്ടിലേറ്റിട്ടുള്ള ആഭിചാര ദോഷങ്ങളോ അല്ലെങ്കിൽ കണ്ണേറ് ദൃഷ്ടിദോഷങ്ങളോ പ്രാക്കുദോഷങ്ങളോ പ്രേതദോഷങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം പതുക്കെ പതുക്കെ ഒഴിയാൻ തുടങ്ങും. അല്ലാതെ ഇത് ചൊല്ലി തുടങ്ങി നാളെ അങ്ങോട്ട് കൊട്ടേഷൻ ടീമിന് കൊടുത്ത പോലെ അല്ല അത് കാര്യം. അത് പതുക്കെ പതുക്കെ അരം വരുത്തി കൊണ്ടുവരും. ഇപ്പം എൻ്റെ മുൻ എപ്പിസോഡുകളൊക്കെ കണ്ടിട്ട് പലരും വിളിക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യണൊക്കെ ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. സ്വാമി പറഞ്ഞ പോലെ ഇപ്പോൾ അടുത്തൊരു സ്ത്രീ പറഞ്ഞു, ഈ തുളസിക്ക് കൃഷ്ണ തുളസിയും ലക്ഷ്മി തുളസിയും വെച്ചു ഞാൻ ആരാധന തുടങ്ങി, മഞ്ഞൾ നട്ടു. അതൊക്കെ ഇപ്പോൾ വീട്ടിൽ മൊത്തത്തിൽ നമുക്ക് മനസ്സുകൊണ്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഒരാൾ ഇപ്പോൾ അടുത്ത് പറയുകയുണ്ടായി, 18 പ്രദക്ഷിണം ഗുരുവായൂരപ്പൻ്റെ 18 പ്രദക്ഷിണം ഞാൻ ചെയ്തു. അതിന് ശേഷം എനിക്ക് വീട്ടിൽ എനിക്കും വളരെ വളരെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി. അതിന് ഒരുപാട് നന്ദിയൊക്കെ അറിയിച്ചു. ഞാൻ എൻ്റെ ഓരോ എപ്പിസോഡും വെറുതെ ഞാൻ മെയ്ഡ് ചെയ്തുണ്ടാക്കുന്നതല്ല. ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഓരോ അറിവുകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത്. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ മാനവസേവ, മാധവസേവ. നമ്മളുടെ അറിവുകൾ ഒരു മനുഷ്യന് കൊടുത്ത് അതുമൂലം അവർക്ക് ഗുണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിൻ്റെ ഉദ്ദേശം. ഈ മന്ത്രം നിത്യം 8 ഉരുവെങ്കിലും ചൊല്ലണം. മന്ത്രം ചൊല്ലാം. ഓം ജപാകുസുമ സംകാശം കാശ്യപേയം മഹാദുതിം തമോരിം സർവപാപഘ്നം
പ്രണതോസ്മി ദിവാകരം. ഇതാണ് മന്ത്രം. ഈ മന്ത്രം നിത്യം 8 ഉരുവെങ്കിലും ചൊല്ലിയായാൽ, നമ്മൾക്ക് ഹൃദ്യസ്ഥമായാൽ സകല ഗ്രഹങ്ങളുടെ അനുഗ്രഹം നമ്മൾക്ക് വന്നു ചേരും. ഉപാസന ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് ചൊല്ലണം. മാന്ത്രിക കാര്യങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് ചൊല്ലി പഠിക്കണം. ഇനി ഇതുകൂടാതെ നമ്മുടെ ജാതകത്തിൽ സൂര്യൻ അഷ്ടമത്തിൽ 6-ലൊക്കെ നിന്നാൽ, അംശകസ്ഥിതിയിലും അതേ സ്ഥിതി തന്നെ വന്നാൽ വളരെ കാഠിന്യമായിരിക്കും പിതൃശാപങ്ങൾ എന്ന് പറയാം. അങ്ങനെയുള്ള അവർക്ക്, അതായത് വീട്ടിൽ അത് നിങ്ങളുടെ ജാതകവും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെ വരുന്നു എന്നൊക്കെ പരിശോധിച്ച്, നമ്മളൊരു അന്വേഷണമാണ് ജീവിതം. അപ്പോൾ ജാതകത്തിൽ സൂര്യൻ 12-ലൊക്കെ പോയി കഴിഞ്ഞാൽ ദുരിതം വരുമെന്നാണ് പറയാം. അപ്പം അങ്ങനെ അവരുടെ ജീവിതം എങ്ങനെയുണ്ട് എന്നൊക്കെ സ്വയം ഒന്ന് വിലയിരുത്തുക. അച്ഛനെ കൊണ്ട് നമ്മൾക്ക് ഗുണങ്ങളുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ നമ്മൾ ബോധ്യപ്പെട്ടിട്ടായിരിക്കണം നമ്മൾ ഈ മന്ത്രോപാസന അന്വേഷണം ചെയ്യേണ്ടത്. നമ്മൾക്ക് ആദ്യം ബോധ്യം വരണം. അപ്പോൾ ജാതകത്തിൽ സൂര്യനും ഔഢ്യം വന്നവർ, നീചപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പരിഹാരമായിട്ട് മറ്റൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലാം. ഇതും അങ്ങനെ സൂര്യൻ്റെ, അതായത് സൂര്യഭഗവാന്റെ അനിഷ്ടം നമുക്ക് ജന്മത്തിലുണ്ടെങ്കിൽ ഇത് 108 തവണ ജപിക്കണം. നിത്യം ജപിക്കുക. നിത്യം സൂര്യഭഗവാനെ സങ്കല്പിച്ച് നമ്മുടെ ഗുരുവിളക്കിലേക്ക്, ഒരു ഗുരുവിളക്ക് എല്ലാവരും വീട്ടിൽ വയ്ക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഗുരുവിളക്കിലേക്ക് സൂര്യഭഗവാനാണെന്ന സങ്കല്പത്തിൽ സൂര്യഭഗവാന്റെ ഒരു ക്രിയ ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് ആ ക്രിയ ചെയ്തിട്ട് അതിനുശേഷം ഒരു ചുവന്ന പുഷ്പം സമർപ്പിച്ച് ഈ മന്ത്രം നമ്മൾ ചൊല്ലുക. അത് നിത്യം 108 തവണ തന്നെ ചൊല്ലണം. കാലത്ത് തന്നെ ചൊല്ലണം. അതിന് മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത് എന്നൊന്നും ഒരു നിർബന്ധമില്ല. കാലത്ത് കുളിച്ച് കുറി തൊട്ട് ഭസ്മം ധാരണം ചെയ്യണം എന്ന് മാത്രം. എന്നിട്ട് ഗുരുവിളക്കിലേക്ക് ഈ സൂര്യഗ്രഹ പീഡഹര മന്ത്രം എന്ന് പറയാം. സൂര്യഗ്രഹ പീഡഹര മന്ത്രം, അതായത് സൂര്യഭഗവാന്റെ അനിഷ്ടങ്ങൾ എനിക്കുണ്ടെങ്കിൽ അത് തീർക്കുന്ന ഒരു മന്ത്രം ചൊല്ലാം. ഓം ഗ്രഹണാമാതിരാദിത്യോ ലോകരക്ഷണകാരക വിഷമസ്ഥാനസംഭ്രൂതാം പീഡാം ഹരതു മേ രവി. ഇതാണ് സൂര്യ പീഡഹര സ്തോത്രം. ഈ സ്തോത്രം നിങ്ങളെല്ലാവരും ജപിക്കാം. പ്രത്യേകിച്ച് ജാതകത്തിൽ സൂര്യൻ മറഞ്ഞ ആൾക്കാർ ഇത് 108 തവണ തന്നെ ചൊല്ലുക. നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലേക്ക് വരും. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാനൊരു യോഗം വേണം. കേട്ടാൽ മാത്രം പോരാ, അതനുസരിക്കാനും നിങ്ങൾക്ക് ഒരു യോഗമുണ്ടെങ്കിലേ അതനുസരിക്കുള്ളൂ. ഇത്തരം കൊച്ചു കൊച്ചു അറിവുകളാണ്, ഏതൊരു സാധാരണക്കാരൻ്റെ ദുരിതങ്ങൾ തീരുന്ന കൊച്ചു കൊച്ചറിവുകളാണ് ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലൂടെ, മന്ത്രപരിചയം സെഗ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ, ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അടിയൻ്റെ ചാനലിന് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന
മഹാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ഹരി ഓം നമഃ ശിവായ.